ഇതാട്ടോ കടയുടെ ഓണം വെച്ച് കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ എഞ്ചിനാണ് നമ്മളിവിടെ മെയിനായിട്ട് ചെയ്യുന്നത്. നമ്മളത് എൻഫീൽഡ് മാത്രമേ ഇവിടെ ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ 2 സീറ്റും വെച്ച് കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ ബാക്കിലും ഫ്രണ്ടിലും ബാക്കിലും വെച്ച് കഴിഞ്ഞു. പിന്നെ ഓൾമോസ്റ്റ് നമുക്കിനി പോളിഷിങ് മാത്രമേ ഉള്ളൂ. ഇത് രണ്ടാമത്തെ ക്ലിയർ അടിച്ചിരിക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഇപ്പോഴും ഇത് രണ്ടാമത്തെ ക്ലിയർ അടിച്ചു. ആദ്യം ഒരു ഫസ്റ്റ് ക്ലിയർ അടിച്ചായിരുന്നു. ഇപ്പോൾ ഇനിയിപ്പോൾ ഇത് രണ്ടാമത്തെ അടിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ രണ്ടാമത്തെ ഈ ഒരു മൾഗാർഡിന് കൂടി അടിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ അന്ന് ചെയ്ത ബുള്ളറ്റിൻ്റെ പെയിൻറ്റിങ് വർക്ക് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ആ കട എത്തിയിട്ടുണ്ട്. അപ്പോൾ കടയിൽ ഇതാണ് കേട്ടോ കട. അതാണ് നമ്മുടെ വണ്ടി. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച ബുള്ളറ്റ്. എൻജിൻ കയറ്റിയല്ലേ? എൻജിൻ കയറ്റി. ഇനിയിപ്പോൾ കുറച്ച് ടാങ്ക് അങ്ങനെ ബാക്കിലുള്ള സംഭവങ്ങളൊക്കെ വെക്കാനുള്ളത്. ഇതാട്ടോ കടയുടെ ഓണർ. ഈ വർക്ക്ഷോപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ബുള്ളറ്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. ബുള്ളറ്റ് മാത്രം ചെയ്യുന്ന വർക്ക്ഷോപ്പാണിത്. വേറെ ബൈക്കും അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ ബുള്ളറ്റ് മാത്രം പെയിൻറ്റിങ്, മെക്കാനിക്കൽ പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം സ്പെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സ്പെയർ പിന്നെ പെയിൻറ്റിങ്. ഈ ഒരു ലൈറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു ടയറിൻ്റെ
അപ്പോൾ ലഞ്ച് കഴിഞ്ഞിട്ടുള്ള ഇതാണ് കേട്ടോ. ഇനിയിപ്പോൾ ബാക്കി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ബാക്കിയുള്ള ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. ലഞ്ച് കഴിഞ്ഞുള്ളൂ. അപ്പോൾ നേരത്തെയുള്ള വീഡിയോ കണ്ടായിരുന്നല്ലോ. അപ്പോൾ ബാക്ക് ഇവിടെ പുറത്ത് കുറച്ച് പെയിൻറ്റിങ് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു ബുള്ളറ്റ് ഇരിപ്പുണ്ട്. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഈ ബുള്ളറ്റിന് എത്ര രൂപയാകും, ബാക്കിയുള്ള പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ആയിട്ട്. അതുമായിട്ട് പുള്ളി റോയൽ എൻഫീൽഡിൻ്റെ മെയിൻ മെക്കാനിക്കും കാര്യങ്ങളൊക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നത്. അവിടെ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടായിരുന്നു. പുള്ളിയുടെ തന്നെ നമുക്ക് ചോദിക്കാം. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫിറ്റിങ്സൊക്കെ കഴിഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ചോദിക്കാം. അപ്പോൾ ഓൾറെഡി ഇനിയിപ്പം നമുക്ക് ഫ്രണ്ടിൽ ഇത് വെക്കാനുണ്ട്, പിന്നെ ടാങ്ക്, പിന്നെ സീറ്റ്, വീല്, പിന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പം നാളത്തേക്ക് കൊണ്ട് കഴിയുമെന്ന് തോന്നുന്നു ഇത് ഫിറ്റിങ്സൊക്കെ. മാക്സിമം എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കും. പിന്നെ വേറെ എനിക്കൊരു കാര്യം ഉണ്ടായിരുന്നു, പുറത്തേക്ക് പോകാനൊരു കാര്യം ഉണ്ടായിരുന്നു. നോക്കാം.
കേട്ടോ. പിറ്റേ ദിവസം രാവിലെയാണ്. അപ്പോൾ അവർ ഹെഡ് എൻ്റെ സംഭവം എടുക്കാനായിട്ട് പുറത്തേക്ക് വരിക. അപ്പോൾ നമ്മൾ ഇന്നലെ ബാക്കി ഇത്രയും സംഭവങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്രണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൂ. ബാക്കി ഫ്രണ്ട് വീല് വെക്കാനുണ്ട്. അങ്ങനെ കുറച്ച് സംഭവങ്ങൾ. ഇതാണ് നമ്മുടെ ബുള്ളറ്റ് വർക്ക്ഷോപ്പ് കേട്ടോ. അപ്പോൾ പുള്ളിയുടെ ഈ വർക്ക്ഷോപ്പിൻ്റെ ഓണറാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് വിഷ്ണു. എത്ര നാളായിട്ടുണ്ടോ ഈ ഒരു ഫീൽഡിൽ വന്നിട്ട്? ഞാനിപ്പോൾ ഒരു 6 വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട്. പിന്നെ 5 വർഷമായിട്ട് തന്നെ വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്. ഓൾറെഡി കഴിഞ്ഞൊരു 5 വർഷങ്ങളായിട്ട് ഞാൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലുണ്ടായിരുന്നു. ഓക്കെ. അങ്ങനെയാണ് ഞാനൊരു വർക്ക്ഷോപ്പ് ഇടണമെന്നൊരു താല്പര്യത്തോടെ ഇട്ടതാണ്. നമ്മളിവിടെ റോയൽ എൻഫീൽഡ് മാത്രമേ ചെയ്യുന്നുള്ളല്ലോ. എൻഫീൽഡ് മാത്രമേ. നമ്മുടെ ഈ ലൊക്കേഷൻ നമ്മുടെ കണിച്ചുള്ളങ്ങര NH തന്നെയാണ്. കിഴക്ക് വശം മാറിയിട്ട്. വടക്കുവശം മാറിയിട്ടാണ്. ഓക്കെ. ഓട്ടോ കാശ്മീർ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വർക്ക്ഷോപ്പ്. നമ്മുടെ സ്പെയറും ബുള്ളറ്റിൻ്റെ എല്ലാ വർക്കുകളോടും ചെയ്യും. ഓക്കെ. 2012 UC എഞ്ചിനാണ് നമ്മളിവിടെ മെയിനായിട്ട് ചെയ്യുന്നത്. നമ്മളത് എൻഫീൽഡ് മാത്രമേ ഇവിടെ ചെയ്യാറുള്ളൂ. ഓക്കെ. പിന്നെ ചേട്ടൻ എത്ര സ്റ്റാഫുണ്ട്? എനിക്ക് ഒരു സ്റ്റാഫേ ഉള്ളൂ. പിന്നെ നമുക്കൊരു ബുള്ളറ്റ് തന്നാൽ നമുക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും? അതിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. ഒരു പെയിൻറ്റിങ് വർക്ക് ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 13 രൂപ നമ്മുടെ പെയിൻറ്റിങ് ചാർജ്, നമ്മുടെ ലേബർ ചാർജ് ആയിട്ട് ഫുള്ളായിട്ടല്ലേ? അതിൻ്റെ അകത്ത് നമ്മൾ അഴിക്കുന്നതോറും നമുക്ക് എന്തെങ്കിലും തിരുമ്പടിച്ച് വാട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാറണമെന്ന് വാട്ടുണ്ടെങ്കിൽ അതും കൂടി അതിന് എക്സ്ട്രാ മാത്രം കൊടുത്താൽ മതി. എക്സ്ട്രാ വരും. ഓക്കെ. നോർമലി വരുന്നത് 13 രൂപയാണ് ഒരു പെയിൻറ്റിങ് വേണ്ടി നമ്മൾ ചെയ്ത് ഇറക്കി വിടാൻ പറ്റും. സ്റ്റിക്കർ വർക്ക് ഉൾപ്പെടെ. പിന്നെ നമ്മുടെ എഞ്ചിൻ വർക്ക് സംബന്ധമായിട്ട് വരുവാണെങ്കിൽ നമുക്ക് എന്തൊക്കെ റേറ്റ് വരുന്നത്? അപ്രോക്സിമേറ്റ് ഏകദേശം ഒരു 21 രൂപ വരും. നമ്മുടെ പിസ്റ്റൺ മുഴുവൻ, അതായത് പിസ്റ്റണിനല്ല, എഞ്ചിൻ വർക്ക്, എഞ്ചിൻ ബെയറിംഗ് സിസ്റ്റം, എഞ്ചിൻ ബെയറിങ്, വാൽവ് സീറ്റിങ്, അതെല്ലാം കൂടി ഏകദേശം ഒരു 21 ചേഞ്ച് ഉൾപ്പെടെ ഏകദേശം 21 രൂപ താഴെ വരും എഞ്ചിൻ്റെ. അങ്ങനെ ഏകദേശം ഒരു 7 വർക്കിംഗ് ഡേയ്സാണ് നമുക്ക് എഞ്ചിൻ വർക്കിന് നമ്മൾ എടുക്കുന്നത്. പെയിൻറ്റിങ് വർക്കിന് നമുക്ക് ഒരു ഡേറ്റ് പറയാൻ പറ്റത്തില്ല. ഒരു 15, മാക്സിമം ഒരു 15 ദിവസം. കാര്യം നമ്മൾ പെയിൻറ്റിങ് ബൂത്തിൽ അവർക്ക് വർക്കുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഡിലേ കഴിഞ്ഞിട്ട് നമുക്ക് ഡേറ്റ് പറയാൻ പറ്റും. പിന്നെ ചേട്ടൻ വേറെ എന്തെങ്കിലും എക്സ്പീരിയൻസ് കൂടുതൽ പറയാനുണ്ടെങ്കിൽ പറയാം. എന്തെങ്കിലും വണ്ടി കറക്റ്റ് സർവീസിങ് നമുക്ക് കിട്ടിയാൽ വണ്ടി നല്ല പക്കയായിട്ട്. വാട്ടർ സർവീസ് ഉണ്ടോ? വാട്ടർ സർവീസ് നമ്മൾ പുറത്തുനിന്ന് നമുക്ക് അടുത്ത് തന്നെ ചെയ്യുന്നുണ്ടല്ലേ? വാട്ടർ സർവീസ് ഉണ്ട്, അവിടെ ചെയ്യും. ഓക്കെ. വേറെ ഇപ്പം ഇനി എന്താ? അപ്പോൾ ഓക്കെ.
കവർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സീറ്റ് കവർ ഇടുന്നതും നോക്കാം, ബാക്കിയുള്ള പരിപാടി നോക്കാം. ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ വർക്കും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ എല്ലാ വർക്കും നിങ്ങൾ കണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ നമ്മുടെ കേബിളും കാര്യങ്ങളൊക്കെ വെച്ചു. പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ ലൈറ്റ് വെച്ചു കേട്ടോ. ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചു. പിന്നെ ഹെഡ് ലൈറ്റ്, ഇത് നമ്മുടെ ഇൻഡിക്കേറ്ററൊക്കെ വെക്കുന്നത് കണ്ടല്ലോ. പിന്നെ മൾഗാർഡ് വെച്ചു. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്കിനി ടാങ്കും സീറ്റും അങ്ങനെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങളല്ല. പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ ഒരു വീൽ കൂടി സെറ്റ് ചെയ്യാനുണ്ട്. ബാക്കി ബാക്കിലെ വീലൊക്കെ സെറ്റാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പരിപാടിയൊക്കെ നോക്കാം. നമ്മൾ സാധാരണ ഏത് വർക്കിലാണ് കൂടുതൽ നമുക്ക് ഏണിങ്സ് കിട്ടാനുള്ളൊരു? എനിക്ക് കിട്ടുന്നത് കൂടുതൽ എഞ്ചിൻ വർക്കിലാണ്. എഞ്ചിൻ വർക്കിലാണ്. വർക്ക് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ഏകദേശം 30,000 കിലോമീറ്റർ വരെ എഞ്ചിന് വാറണ്ടി കൊടുക്കും. അപ്പോൾ സർവീസ് നമുക്ക് വരും. വാറണ്ടി കൊടുക്കണമെങ്കിൽ എല്ലാ 5000 കിലോമീറ്ററിലെ സർവീസും നമ്മൾക്ക് തന്നെ ചെയ്യുന്നത്. ആ ഓക്കെ. അപ്പോൾ അപ്പോൾ പെയിൻറ്റിങ്ങിനേക്കാളും ബെറ്റർ നമുക്ക് എഞ്ചിൻ വർക്ക് തന്നെയാണ്. കണ്ടിന്യൂസ് വർക്ക് ചെയ്തു. ഓക്കെ. നമ്മൾ അവർ വാറണ്ടി കൊടുക്കണമുണ്ട്. എല്ലാവരും നമ്മൾക്ക് തന്നെ ചെയ്യുകയും ചെയ്യും. ഓക്കെ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ 2 സീറ്റും വെച്ച് കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ ബാക്കിലും ഫ്രണ്ടിലും ബാക്കിലും വെച്ച് കഴിഞ്ഞു. പിന്നെ ഓൾമോസ്റ്റ് നമുക്കിനി പോളിഷിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമ്പർ പ്ലേറ്റ് വെക്കാനുണ്ട്. ഫ്രണ്ടിലെല്ലാ വർക്കും കഴിഞ്ഞു. ഇനിയിപ്പോൾ ബാക്കിൽ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ വെക്കാനുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. ബാക്കി വണ്ടിയുടെ ആ ഒരു ഡീറ്റെയിലിംഗ് ആയിട്ടുള്ളൊരു സംഭവം നോക്കാം ഇനി പോളിഷ് കഴിഞ്ഞിട്ട്. നമ്മുടെ സൈലൻസറൊക്കെ നല്ലോണം പോളിഷൊക്കെ ചെയ്ത് നല്ല കുട്ടപ്പനാക്കി വെച്ചിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് വെച്ചിരിക്കുന്നത്.
കാണിച്ചില്ല, അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതാണ് കേട്ടോ.